വെറും ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം നേടാൻ സഹായിക്കുന്ന ഒരു കിടിലൻ പാക്ക്, അതും ഫുൾ ബോഡിക്ക് എന്താണെന്നുള്ളത് പറയാം. കൂട്ടുകാരെ, ഒന്ന് നിൽക്ക്. ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ സ്കിന്നിനകത്ത് പല പ്രശ്നങ്ങളുമുണ്ട്. അതെല്ലാം മാറ്റി സ്കിൻ നല്ല ക്ലീൻ ആക്കാനും തിളക്കം വെപ്പിക്കാനും ഈ ഒരു മാർഗം മാത്രം മതി. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ മാറ്റം നേടാൻ സാധിക്കുന്നതാണ്. വിപണിയിൽ പല കാര്യങ്ങളും നമുക്ക് മേടിച്ച് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് കുറച്ച് നാൾ ചെല്ലും തോറും അതിനും പ്രശ്നങ്ങളൊക്കെ വരാനും ഒക്കെ ഇടയാകും. എപ്പോഴും നല്ലത് നമുക്ക് നാച്ചുറൽ കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിന് ചെയ്യുന്നതാണ്. ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ സ്കിന്നിനെ അലട്ടുന്ന എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം മാറ്റി സ്കിന്നിനെ തിളക്കം വെപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കൂട്ടുകാരെ, നമുക്ക് എന്താണ് സംഭവം എന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാക്ക് തയ്യാറാക്കിയാലോ? ആദ്യം നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ കടലമാവിൻ്റെ പൊടിയാണ്. കടലമാവിൻ്റെ പൊടി നമ്മുടെ ഡെഡ് കോശങ്ങളെ സ്കിന്നിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. അതിനുശേഷം അടുത്തതായിട്ട് ചേർത്തേക്കുന്നത് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ മഞ്ചിഷ്ട പൗഡറാണ്. ഈ ഒരു മഞ്ചിഷ്ട പൗഡർ നമ്മുടെ അങ്ങാടി ഷോപ്പിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ മഞ്ചിഷ്ട പൗഡർ മേടിക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് വേണ്ടത്. അത് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളമാണ് കോഫി പൗഡർ ചേർക്കേണ്ടത്. അതിനുശേഷം പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്ലീച്ച് എഫക്റ്റ് നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത്. അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ്, അതായത് പച്ചപ്പാല്, റോ മിൽക്ക് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡെയിലി സ്കിൻ കെയറിനകത്ത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷ്, ഞാനിവിടെ എടുക്കുന്ന ഹിമാലയയുടെ ഫേസ് വാഷാണ് എടുക്കുന്നത്. നിങ്ങൾക്കിപ്പം ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതെടുത്തേക്കുന്നത് 1/2 ടേബിൾ സ്പൂണോളമാണ് ഫേസ് വാഷ് എടുക്കേണ്ടത്. അതിനുശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക. അതുകൊണ്ട് ഈ പരുവത്തിലായി കിട്ടും. ഇനി ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം, ഫേസ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം, കൈകൾക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എൻ്റെ കാലുകളിലാണ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസിലിട്ട് കൊടുത്ത് 1 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റത്തേക്ക് ഉണങ്ങാൻ വേണ്ടി വിട്ട് കൊടുക്കേണ്ടതാണ്. 3 മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ നിങ്ങൾ കഴുകി നോക്ക്. സ്കിന്നിൻ്റെ മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. ഇത് ഡെയിലി സ്കിൻ കെയറിനകത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫുൾ ബോഡിക്കും ഫേസ് സ്കിന്നിനും നിറം വെക്കാൻ ഒരേപോലെ ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ പാക്കാണ്. കഴുകിയപ്പോൾ സ്കിന്നിൻ്റെ ചേഞ്ചസ് നിങ്ങൾ കണ്ടോ? നല്ല പോലെ സ്കിന്നിന് മാറ്റം നേടാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിച്ചിട്ടുണ്ട്. ഞാൻ മറ്റേ കാലും തമ്മിലുള്ള വ്യത്യാസവും കൂടി നിങ്ങളെ കാണിച്ചു തരാം. സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾ കണ്ടോ? എന്തായാലും ചെയ്തിട്ട് റിസൾട്ട് പറയണേ. കണ്ടല്ലോ, പാക്കൊക്കെ തയ്യാറാക്കി ഉപയോഗിച്ചിട്ടുള്ള മാറ്റമൊക്കെ കണ്ടല്ലോ. കൂട്ടുകാരെ, ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണേ. നിങ്ങളുടെ സ്കിന്നിന് മാറ്റം നേടാൻ എളുപ്പം ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളതും വന്ന് പറയാനും കൂടി നിങ്ങൾ മറക്കല്ലേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ കേട്ടോ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.